ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ 5 ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. 5 ഷുവർ ക്വസ്റ്റ്യൻസ്. ഈ 5 ഷുവർ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് എന്തായാലും കാണാൻ ചാൻസ് ഉള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദ ഫോളോയിങ് അപ്ലയൻസസ് ആർ യൂസ്ഡ് ഡെയിലി. ഈ പറയുന്ന അപ്ലയൻസസ് ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. ഒരു 200 വാട്ടിൻ്റെ ടി വി 5 മണിക്കൂർ ഒരു ദിവസം ഉപയോഗിക്കും. 5 LED ബൾബ് 40 വാട്ട് ഒരു 4 മണിക്കൂർ വെച്ച് ഡെയിലി ഉപയോഗിക്കും. നമ്മളോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇലക്ട്രിസിറ്റി ബിൽ ഫോർ 30 days ഇഫ് ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് 5 rupees. 5 രൂപയാണിത് 30 ഡേയ്സിലേക്കുള്ള ഒരു ബില്ല് കാണാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇതിന് വേണ്ട ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇക്വേഷൻ 1 minute ബ്ലാക്ക്. നമ്മൾ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എനർജി ഈക്വൽ ടു ഇലക്ട്രിക്കൽ എനർജി ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവർ ബൈ 1000 എന്നുള്ളതാണ് ഇതിനുള്ള ഇക്വേഷൻ. എന്നാലും നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ 2 ഘട്ടമായിട്ടാണ്. അന്നേരം ഞാൻ ഫസ്റ്റ് ഇലക്ട്രിക്കൽ എനർജിക്ക് ഈ 1 കൊടുത്തിട്ട് തുടങ്ങുന്നത്. അന്നേരം പവർ ഇൻ വാട്ട് എന്ന് പറയുമ്പോൾ 40 വാട്ടിൻ്റെ എത്ര ബൾബ് ബൾബ് ചെയ്യല്ലേ ആദ്യം. 40 വാട്ടിൻ്റെ 5 ബൾബ് ഇൻറ്റു 4 മണിക്കൂർ ബൈ 1000 ഈക്വൽ ടു എത്ര കിട്ടും? 500 ബൈ 1000 ഈക്വൽ ടു 0.5 കിലോ വാട്ട് ഹവർ. കിലോ വാട്ട് ഹവർ ഇടാൻ മറന്നു പോലെ. അന്നേരം ഫസ്റ്റ് E1 കിട്ടി. അപ്പം ഇനി നമ്മളാണ്ട് E2 ഈക്വൽ ടു 200 വാട്ടിൻ്റെ ടി വി ഇൻറ്റു 5 മണിക്കൂർ ഒരു ദിവസം ബൈ 1000 ഈക്വൽ ടു 1 കിലോ വാട്ട് ഹവർ കിട്ടും. ഓക്കെ, ഇത്രയും ഭാഗം സെറ്റാണോ? ദാ നമ്മൾ ഇത്രയും ചെയ്ത് ഇനി അടുത്തതിലേക്ക് പോകാന്ന്. ഇനി അടുത്തതിലേക്ക് എത്തുമ്പം നമ്മൾ ചെയ്യേണ്ടത് ഇനി ടോട്ടൽ ഇലക്ട്രിസിറ്റി ആണോ? ഇലക്ട്രിസിറ്റി ടോട്ടൽ ET ഇട്ടിട്ട് 1 കിലോ വാട്ട് പ്ലസ് 0.8 ഈക്വൽ ടു 1.8 യൂണിറ്റ് പെർ ഡേ. ഓക്കെ, അന്നേരം മന്തിലേക്ക് വരുമ്പം മന്ത്ലി ഈക്വൽ ടു 1.8 ഇൻറ്റു 30 വരും. ഈക്വൽ ടു 54 യൂണിറ്റ്സ് ആയിരിക്കും വരിക. യൂണിറ്റാണ്. ഇവിടം വരെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബില്ല് കണ്ടുപിടിക്കണം. ബില്ല് ഈക്വൽ ടു 54 ഇൻറ്റു 5 ഈക്വൽ ടു 270 റുപ്പീസ് ആണ് നമ്മളെ ബില്ല് കിട്ടുക. ഓക്കെ, 270 റുപ്പീസാണ് നമ്മുടെ ബില്ല് കിട്ടുക.
ഈ സ്റ്റെപ്പൊക്കെ മനസ്സിലാകത്തുണ്ടോ? ഇലക്ട്രിക്കൽ എനർജീൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചു. 1 കിലോ വാട്ടും 0.8 കിലോ വാട്ടും കൂടി ചേർത്ത് 1.8 യൂണിറ്റ് പെർ ഡേ ആക്കി. മന്ത്ലി 1.8 ഇൻറ്റു 30 54 യൂണിറ്റ് ആക്കി. ബില്ലിനോ 54 ഇൻറ്റു 5 മീൻസ് RS പെർ യൂണിറ്റാണ്. അങ്ങനെ ഇതപ്പം 270 റുപ്പീസ് കിട്ടി. 270. ഓക്കെ, ഇതേ മോഡലൊരു ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നതാണ്. പഠിച്ചു പോവുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഒരു വീട്ടിൽ ഇൻ എ ഹൗസ് 5 CFL ബൾബുണ്ട്. ഇൻ എ ഹൗസ് 5 CFL ബൾബ് 20 വാട്ടിൻ്റെ 4 മണിക്കൂർ പ്രവർത്തിക്കും. 4 ഫാനുണ്ട് 60 വാട്ടിന് 5 മണിക്കൂർ പ്രവർത്തിക്കും. ഒരു TV ഉണ്ട് 100 വാട്ടിന് 4 മണിക്കൂറും. ഇന്നടെ ഡെയിലി കൺസപ്ഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അന്നേരം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ എനർജി ഇത് തന്നെ നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഈക്വൽ ടു PT/1000. അപ്പം നമ്മൾ ഇനി ചെയ്ത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പം നമുക്ക് എത്ര എണ്ണമുള്ളത്? 1 2 3 4 ഉപകരണമില്ല, 3 ഉപകരണം വന്നത്. അന്നേരം 3 ചെയ്യണം. അന്നേരം ഈ 1 നിന്ന് തുടങ്ങുന്നത് ഞാൻ E1 ഈക്വൽ ടു 20 വാട്ടിൻ്റെ എത്ര ബൾബ്? 4 ബൾബ് ഇൻറ്റു എത്ര മണിക്കൂർ? 4 മണിക്കൂർ തന്നെ അല്ലേ? 5 CFL ബൾബ്, 5 CFL ഉണ്ട്, സോറി, ജസ്റ്റ് എ മിസ്റ്റേക്ക്. 5 CFL ഉണ്ട് ബൈ 1000 ഈക്വൽ ടു 5 20 100. 100 4 പ്രാവശ്യം ആക്കിയാൽ 400 ബൈ 1000 ഈക്വൽ ടു 0.4 യൂണിറ്റ്. 0.4 യൂണിറ്റ്. ഓക്കെ, അത് കിട്ടും. ഇനി നമ്മൾ E2 കാണണം. E2 ഈക്വൽ ടു എത്ര എണ്ണം തന്നിട്ടുള്ളത്? E2 ഈക്വൽ ടു 4 ഫാൻ 60 വാട്ട് 5 മണിക്കൂറത്തേക്ക്. 4 ഫാന് 60 വാട്ട് 4 ഫാന് 5 മണിക്കൂറത്തേക്ക് ബൈ 1000. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും 1200 1200 1200 ബൈ 1000 ഈക്വൽ ടു 1.2 യൂണിറ്റ്. ഓക്കെ, ലാസ്റ്റ് വൺ മോർ. E3 ആണ്. E3 ഈക്വൽ ടു 100 ഇൻറ്റു 4 ബൈ 1000 വരും. 100 × 4 400 400 ബൈ 1000 വരും. വിച്ച് ഈസ് ഈക്വൽ ടു 0.4 യൂണിറ്റ്സ്. ഓക്കെ, വില അപ്പുറത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ വരികയാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഈക്വൽ ടു 1.2 പ്ലസ് 0.4 പ്ലസ് 0.4 വിച്ച് ഈസ് ഈക്വൽ ടു 2 യൂണിറ്റ്സ് ഉണ്ടാവും. 2 യൂണിറ്റ്സ്. ഇതൊരു മാസത്തേക്ക് കാണാനുള്ള പറഞ്ഞാൽ 30 ഡേയ്സിലേക്ക്
ഡേയ്സ് ഈക്വൽ ടു 13 ഇൻറ്റു എത്ര വരും? 2 വരും. അന്നേരം 60 യൂണിറ്റ്സ് വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് 30 ഡേയ്സിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പരീക്ഷയ്ക്ക് വന്നാൽ എഴുതണം. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഈ ഡിവൈസിൻ്റെ പേരാണ്. ഈ ഡിവൈസിൻ്റെ പേരറിയാത്ത ആരാൾ നോക്കാറല്ലേ? ഇത് ഒരു മോട്ടോറാണ്, ഇലക്ട്രിക്കൽ മോട്ടോർ. ഒന്നിൻ്റെ ആൻസർ ഇലക്ട്രിക്കൽ മോട്ടോർ. ഓക്കെ, ഇനി നമ്മളോട് റീഡ്രോ ചെയ്യാനാണ് പറയുന്നത്. അടുത്ത റീഡ് ചെയ്യാം നമുക്ക്. അപ്പം നമുക്കിത് വരയ്ക്കാം. ഇത് വരയ്ക്കണമെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വെയിറ്റ് ഒരു മിനിറ്റ്. ഇത് വരയ്ക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ജസ്റ്റ് സ്ക്വയർ കൊടുക്കുക, അതിൻ്റെ അപ്പുറം ഒരു ജസ്റ്റ് സ്ക്വയർ കൊടുക്കുക. ഞാൻ സ്ക്വയർ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ്. ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ സെല്ലും വരയ്ക്കുക. ഇനി ഇവിടെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ വെക്കുക, ഗ്രാഫൈറ്റ് ബ്രഷ്. ഇത്രയാണ് നമ്മൾ ഇതാക്കേണ്ടത്. ഇനി സൗത്ത്, നോർത്ത്, പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് എ ബി സി ഡി, പിന്നെ R2 R1 B1 B2 ഇത്രയാക്കുക. ഇനി നമുക്കിതിൽ ഇത് അടയാളപ്പെടുത്താം. അപ്പം N, S എന്നാണ് N, S ഫീൽഡ് ഫീൽഡ് മാഗ്നറ്റാണ്. എ ബി സി ഡി അതെന്താണ്? എ ബി സി ഡി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ. എ ബി സി ഡി അല്ല ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സോറി, മാറിപ്പോയി. ഞാൻ ഡയഗ്രാം നോക്കാണ്ട് ഇത് ഉണ്ടോ? എ ബി സി ഡി നമ്മുടെ ആർമേച്ചറാണ്. ആർമേച്ചർ. ഓക്കെ, ഇനി ഒരു സാധനം ഇവിടെ വലിക്കാനുള്ളത് ഈ ഡോട്ടഡ് ലൈനാണ് വരയ്ക്കാനുള്ളത്. അതിന് നമുക്ക് പി ക്യു കൊടുക്കാം. പി ക്യു ആണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. പി ക്യു ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. പിന്നെ R1 R2 R1, R2 അത് വരുന്നത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററാണ്.
സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. പിന്നുള്ളത് ഏതാ? B1 B2 B1, B2 ഈക്വൽ ടു ഗ്രാഫൈറ്റ് ബ്രഷ്. ഇത്രയാണ് അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്ന് മാറ്റി വരയ്ക്കുക. അത് കഴിഞ്ഞ് ഇത്രയും കാര്യം അടയാളപ്പെടുത്തുക. അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ, റീഡർ ഓഫ് ദ പിക്ചർ ആൻഡ് മാർക്ക് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ഫോർ ദിസ്. ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തുള്ളത് മോട്ടോർ പ്രിൻസിപ്പിളാണ്. മോട്ടോർ പ്രിൻസിപ്പിൾ. വെയിറ്റ് എ സെക്കൻഡ്, 5 മിനിറ്റ്. അപ്പം നമുക്ക് മോട്ടോർ പ്രിൻസിപ്പിൾ എന്താ നോക്കാം. മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ മോട്ടോർ പ്രിൻസിപ്പിൾ എ കറന്റ് ക്യാരിയിങ് conductor which is free to move placed in a magnetic field that exhibit a tendency to deflect. ഇതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. എഴുത്തിന് അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല. എൻ്റെ എസ് പെന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു, അത് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എഴുത്തിന് അത്ര വൃത്തിയില്ലാത്തത്. ഇതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. പിന്നെ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിൻ്റെ കാര്യം അപ്പം തന്നെ ഞങ്ങൾ എഴുതിക്കളയാം. അപ്പുറത്തേക്ക് സ്ഥലമല്ല, അതുകൊണ്ടാണ്. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടർ എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഈസ് ദ മെക്കാനിസം used to change the direction of current through AB and CD. After each half rotation. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് വെച്ചാൽ അത് ഒരു ഡിവൈസാണ്. ആ ഡിവൈസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? കറൻറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനാണ്. ഓരോ ഹാഫ് റൊട്ടേഷന് ശേഷം കറൻറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനാണ് ഈ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളതിലെ 4 ക്വസ്റ്റ്യൻസും ചെയ്ത് ഇത് നമ്മൾ ചെയ്ത മോട്ടോർ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇത് മോട്ടോർ പ്രിൻസിപ്പിളാണ്. മോട്ടോർ
പ്രിൻസിപ്പിൾ. പിന്നെ ഈ ഡിവൈസിൻ്റെ പേര് ഇതേപോലെ തന്നെ എഴുതണം, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. ഇനി ഇത് റീഡ്രോ ചെയ്യണം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം, അതത്ര ചെയ്യാനുള്ളത്. എന്നാൽ ഇത് റീഡ്രോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതേപോലെ വരയ്ക്കുക. നമ്മൾ എന്തായാലും അത്ര എക്സ്പീരിയൻസ് ഇല്ല, അന്നേരം ഇതേപോലെ എടുത്ത് വരയ്ക്കുക. ഇനിയിപ്പം ആടുന്ന് ഇങ്ങോട്ട് എന്നിട്ട് അത് ഇവിടേക്ക് വെച്ചിട്ട് ഇവിടേക്ക്, അതേപോലെ തന്നെ ഇത് ഇവിടെ നിന്ന് ഇവിടേക്ക്, എന്നിട്ട് ഇവിടെ ബാർ മാഗ്നറ്റ് വെക്കുക. എന്നിട്ട് അടുത്ത് വീണ്ടും വരയ്ക്കുക. എന്നിട്ടതും ഇപ്പുറം വെക്കുക. ഇതിൻ്റെ ഇടയിലാണ് ഇത് വരാനുള്ളത്. ഒരു വോയിസ് കോയിൽ, അടുത്ത വോയിസ് കോയിൽ, പിന്നെ ഇവിടുന്ന് കണക്റ്റിംഗ് വയർ. പിന്നെന്താ ഉള്ളത്? ഇത്രയേ ഉള്ളൂ. ഇനി ഇത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഡയഫ്രം. ഇനി ഇത് സോഫ്റ്റ് അയേൺ ഷീൽഡിംഗ് ആണ്, ഷീൽഡിങ്. പിന്നത് ഫീൽഡ് മാഗ്നറ്റ്, വോയിസ് കോയില്, കണക്റ്റിംഗ് വയർ. ഇത്ര സാധനമാണ് ഉള്ളത്. ചിലപ്പം നിങ്ങൾ എടുത്ത് ക്വസ്റ്റ്യൻസിൽ ഇതുണ്ടല്ലേ, ഇതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു സാധനം തന്നിട്ട് ഇതെന്താന്ന് ചോദിക്കും. അന്നേരം ഇതിൻ്റെ പേര് സോഫ്റ്റ് അയൺ കോറാണ്, സോഫ്റ്റ് അയേൺ കോർ. ഇങ്ങനൊരു സാധനമുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ചോദിച്ചത്. വർക്കിംഗ് പ്രിൻസിപ്പിളല്ല, വർക്കിംഗ് ആണ് ചോദിച്ചത്. അന്നേരം ഇതിൻ്റെ വർക്കിംഗ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ഇതൊരു ആംപ്ലിഫയർ. ഇതിലേക്കൊരു മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മൈക്ക് ഞാൻ എഴുതുന്നില്ല, മൈക്ക് വെച്ച് പറഞ്ഞ. ഈ മൈക്കിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ഈ ആംപ്ലിഫയറിലേക്ക് പോകും. ഈ ആംപ്ലിഫയറിൽ നിന്ന് ആ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് നമ്മളെ സ്പീക്കറിൽ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരിക കേട്ടോ. ഈ ഓഡിയോ സിഗ്നൽ വോയിസ് കോയിലൂടെ പാസ് ചെയ്യും. ഓക്കെ. അന്നേരം ഈ വോയിസ് കോയിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അന്നേരം ഇത് വൈബ്രേറ്റ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഇത് ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിലുമാണ്, അതുകൊണ്ട് ഇത് വൈബ്രേറ്റ് ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുക. അങ്ങനെയാണ് സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ ഇലക്ട്രിക് സിഗ്നൽ റിസീവ്ഡ് ഫ്രം മൈക്രോഫോൺ ആർ ആംപ്ലിഫൈഡ് യൂസിങ് ആൻ ആംപ്ലിഫയർ. ദിസ് ഓഡിയോ സിഗ്നൽ ആർ പാസ്ഡ് ത്രൂ എ വോയിസ് കോയിൽ which is placed in a magnetic field. The coil experiences a force and vibrate because the coil carrying the electric current placed in a magnetic field. This vibration causes the diaphragm to vibrate, this reproducing the sound. Okay, നിങ്ങൾക്ക് അതിൻ്റെ നോട്ട് വേണം, ഞാൻ കമ്മ്യൂണിറ്റിയിലിടാം. ഇനി നമ്മളെ ക്വസ്റ്റ്യനാണ്. ഒരു 4 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്നാൽ നമ്മളെ എൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ വാട്ട് ഹവർ മീറ്റർ ആണ്. വാട്ട് ഹവർ മീറ്റർ. ബി നോക്കുകയാണെങ്കിൽ 1 കിലോ വാട്ട് ഹവർ ആണ്. 2 മാർക്ക് സുഖമായിട്ടില്ലേ? ഇനി ഇതാണ് നമ്മൾ നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രോബ്ലത്തിലാണ് എല്ലാവർക്കും മാർക്ക് പോകാൻ ചാൻസ് ഉള്ളത്.
പ്രോബ്ലം നമുക്ക് ഇവിടെ ടച്ച് ചെയ്യാം. ഇലക്ട്രിക്കൽ എനർജീൻ്റെ പവർ തന്നെ E1 ഈക്വൽ ടു 500 ഇൻറ്റു 2/1000. ക്വസ്റ്റ്യൻ വായിക്കാൻ മറന്നു, സോറി. കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് ഇഫ് 500 വാട്ടിൻ്റെ ഗ്രൈൻഡറും 600 വാട്ടിൻ്റെ ഗ്രൈൻഡറും, ഗ്രൈൻഡറല്ല ഇലക്ട്രിക് ആയാണ് 2 മണിക്കൂറത്തേക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ഇലക്ട്രിക് എനർജി ഉണ്ടാവുന്നു? 1000. ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ 1000/1000 1 kWh കിട്ടും. പിന്നെ മറ്റേത് E2 വരികയാണെങ്കിൽ 600 ഇൻറ്റു 2/1000 വരുമ്പം ഈ പൂജ്യം വെട്ടിപ്പോയി. 6 2 12 10 ഉണ്ടാക്കിയ 1.2 kW. 1.2 kWh. ടോട്ടൽ ET നോക്കിയാൽ 1 + 1.2 ഈക്വൽ ടു 2.2 kW. 2.2 kWh. ഇത്രയാണ് നമ്മളെ ഇത് വരുന്നത്. ജസ്റ്റ് ഒരു ചെറിയ പ്രോബ്ലം, അതുകൊണ്ട് നമുക്ക് 2 മാർക്കാണ് നാളെ കിട്ടുക. ഓക്കെ, ചെറിയ പ്രോബ്ലത്തിന് 2 മാർക്ക് നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ പ്രോബ്ലംസ് എല്ലാവരും ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ട പ്രോബ്ലംസിൻ്റെ മോഡൽസ് ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ നിർത്തുകയാണ്. ബൈ ബൈ.